2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. മഴ പെയ്താൽ ചോക്കാട് പന്നിക്കോട്ടുമുണ്ടയിൽ മലയോര ഹൈവേയോട് ചേർന്ന് പൊരക്കൽ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ദുരിതമായി. കാൽനട യാത്ര പോലും ഏറെ ദുരിതത്തിലായി. വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ തൊട്ടടുത്ത വീടുകളിലേക്ക് വെള്ളം കയറുന്നതായും നാട്ടുകാർ പറഞ്ഞു. 3 വർഷത്തോളമായി ഈ ദുരിതം നാട്ടുകാർ അനുഭവിക്കുകയാണ്. മുട്ടോളം വെള്ളം പോകുന്നതിനാൽ സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കാണ് ഏറെ പ്രയാസമുണ്ടാക്കുന്നത്. മലയോര ഹൈവേയുടെ ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുക്കിക്കളയാൻ കഴിയുന്നില്ല. വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി തൊട്ടടുത്ത സ്ഥലം പൊങ്ങി നിൽക്കുന്നതാണ് വെള്ളക്കെട്ടിന് ഒഴിഞ്ഞുപോകാൻ മാർഗമില്ലാതായത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ 3 വർഷമായിട്ട് ഇപ്പൊ ഈ വെള്ളക്കെട്ട് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. മലയിൽ നിന്ന് ഉറവ് വന്നിട്ട് ഇവിടെ ഈ മലന്റെ മുകളിൽ നിന്ന് ഉറവ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം മുഴുവൻ വരുന്ന ഇങ്ങോട്ടാണ്. പിന്നെ ഇവിടെ സ്കൂൾ കുട്ടികളും മദ്രസയിലെ കുട്ടികളൊക്കെ പോകാൻ വേണ്ടിയാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് പോണത്. തള്ളാരും തന്താരും കൊണ്ടാക്കി കൊടുക്കുക ഇവിടുന്ന് എടുത്തുകാണ്ട്. അല്ലാതെ ഇവിടുന്ന് യാതൊരു വജുമില്ല അങ്ങോട്ട് പോകാൻ. 2-3 കൊല്ലമായിട്ട് ഈ പ്രശ്നമായിട്ട് കുട്ടികളും മക്കളുമായിട്ട് നടക്കുകയാണ്. രോഗികളുണ്ട് ഇവിടെ, കണ്ണാണാത്തവരുണ്ട് ഇവിടെ, വികലാംഗന്മാരുണ്ട് ഇവിടെ. ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾ മന്ത്രിക്കും പരാതി കൊടുത്തിരിക്കണ്, വില്ലേജിലും പഞ്ചായത്തിലും എല്ലായിടത്തും പരാതി കൊടുത്തിരിക്കണ്. ഇതുവരെ ഞങ്ങൾക്ക് ഇതിനൊരു നടപടി ഇതുവരെ വന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കർശനമായൊരു നടപടി എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ വില്ലേജിലോ പഞ്ചായത്തിലോ പോയിട്ട് ഞങ്ങളവിടെ കടക്കും. ഞങ്ങളിവിടെ ഒരുപാട് വീട്ടുകാരുണ്ട്. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ പാടെ ബുദ്ധിമുട്ടിലാണ്. പള്ളിയിൽ പോകാൻ വയ്യ, മദ്രസയിൽ പോകാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.